സിൻക്രണസ് കൗണ്ടറാണ്. റാൻഡം സീക്വൻസ് ജനറേറ്റർ എന്ന് പറയും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അപ്പ് കൗണ്ടറോ ഡൗൺ കൗണ്ടറോ അപ്പോ ഡൗണെന്നോ മോഡ് കൗണ്ടറെന്നൊന്നും ആയിരിക്കില്ല. ഇങ്ങനെ കാണിക്കും ചിലപ്പം. ഡിസൈൻ എ കൗണ്ടർ ദാറ്റ് ജനറേറ്റ് ദ സ്റ്റേറ്റ്സ് ഓഫ് 0, 3, 5, 6, 0. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് തരാം. ഇതിനെയാണ് വരുന്നത്. ഇപ്പോൾ 1, 2, 3, 1 അങ്ങനെ തരാം. എന്നുവെച്ചാൽ 1ഉം 2ഉം 3 കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ ഇല്ല, 1 ചെല്ലുക. അല്ലെങ്കിൽ ഇവിടെ കണ്ടോ 0, 3, 5, 6 കഴിഞ്ഞ് വീണ്ടും 0 കഴിഞ്ഞ് അവിടെ തന്നെ ചെല്ലണം. 0 റിപ്പീറ്റ് അടിക്കുക. ഈ സീക്വൻസ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ 1, 2, 3, 4, 5, 6, 8, 9, 10, 11 ഇഷ്ടമുള്ള ഏതിലും തരാം. എന്ത് വേണമെങ്കിലും തരാം. ഇപ്പോൾ 12, 13 പിന്നെ എന്നാ 5, 6, 0, 1, 12 വീണ്ടും കേട്ടോ 12 കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ 12 റിപ്പീറ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള സീക്വൻസ് തരാം. ആ സീക്വൻസ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സീക്വൻസ് നോക്കി മനസ്സിലാക്കണം എത്ര ബിറ്റ് വേണം. 6 3 ബിറ്റാണോ 4 ബിറ്റാണോ ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. 0 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ 0 പോയിക്കണം. അപ്പോൾ എത്ര ബിറ്റ് മതി ഇവിടെ? 3 ബിറ്റ് പോരെ. 6നെയും 5നെയും കാണിക്കണേ 1 1 0 1 0 1 എന്നല്ലേ നമുക്ക് 5നെയും 6നെയും കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 ബിറ്റ് മതി. ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്താൽ മതിയെന്ന്. ഓക്കെ, അപ്പം 3 ബിറ്റാണ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന് എക്സെപ്റ്റേഷൻ ഇവിടെ എഴുതുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലേ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത്? ആദ്യം വേണ്ടത് ഏതാ? 0 വേണം, 3 വേണം, 5 വേണം, 6 വേണം, പിന്നെ വീണ്ടും എങ്ങോട്ട് തന്നെ പോകാനാണ് പറഞ്ഞേക്കുന്നത്? 0. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ മതി. ഇതല്ലേ 0. 0ൽ നിന്ന് 3 ചെല്ലുക, 3ൽ നിന്ന് 6ലേക്ക് വേണം പോകാൻ, 6ൽ നിന്ന് 5ലോട്ട് പോവുക, 5ൽ നിന്ന് 6ലേക്ക് പോവുക, 6ൽ നിന്ന് വീണ്ടും 0ലോട്ട് പോവുക. ഇതല്ലേ നമ്മുടെ ആ തന്നിരിക്കുന്ന സീക്വൻസിനെ എന്ത് ചെയ്യുക? ഒരു വട്ടത്തിലുള്ള ഡയഗ്രാമായിട്ട് കാണിക്കുക. അടുത്ത് ഇതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് ട്രൂത്ത് ടേബിൾ വരച്ച് ഇക്വേഷൻ എഴുതാണ് ഇമ്പോർട്ടൻ്റ്. ഇവിടെ നോക്കിക്കോ, ഇതെന്താണ്? പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, എക്സെപ്റ്റേഷൻ ഇൻപുട്ട്. പ്രസൻറ്റ് സ്റ്റേറ്റ് ഇപ്പോൾ 3 ബിറ്റ് അല്ലേ? Q3 Q2 Q1, Q3 സ്റ്റാർ Q2 സ്റ്റാർ Q1, T3 T2 T1. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കോ ഇതെങ്ങനെയാണ് സംഭവം നോക്കി. പ്രസൻറ്റ് സ്റ്റേറ്റ് നോക്കുക. പ്രസൻറ്റ് സ്റ്റേറ്റ് ആദ്യത്തെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ് 0, 3, 5, 6, 0 അല്ലേ നമുക്ക് തന്നിരുന്നത്? 0ലിരിക്കുമ്പോൾ അടുത്ത സ്റ്റേറ്റ് ഏതാ? നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ പോകണ്ടേ? 3 ഉണ്ടോ? 3. ഓക്കെ, 3ലിരിക്കുക. പ്രസൻറ്റ് സ്റ്റേറ്റ് 3 ആണെങ്കിൽ 3ന് എങ്ങോട്ടാണ് അടുത്ത സ്റ്റേറ്റ്? നെക്സ്റ്റ് സ്റ്റേറ്റ് 5. 5ലിരിക്കുന്നു. 5 ആണ് പ്രസൻറ്റ് സ്റ്റേറ്റ്. 5 ആയി. 5ന് നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് ഇപ്പോൾ എന്തായി? 6 ആയി മാറി. 6ന് പോകേണ്ട വീണ്ടും നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? 0 ആണ്. ഇവരെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് വാലിഡ് സ്റ്റേറ്റ്. നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് പേരെ പറയുന്ന പേരാണ് ഇൻവാലിഡ് സ്റ്റേറ്റ്. നിങ്ങൾ നോക്കി ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പുസ്തകത്തിൽ 0 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്നു, 6 ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. 1 ഇല്ല, 2 ഇല്ല, 3 ഉണ്ട്, ഇവിടെ 4 ഇല്ല, 5 ഇവിടെ ഉണ്ട്, 6 ഇവിടെ ഉണ്ട്, 7 ഇല്ല. അപ്പോൾ ഈ 1, 2, 4, 7 പറയുന്ന പേരാണ് ഇൻവാലിഡ്. 1, 2, 4, 7 അവരെ എന്ത് ചെയ്യുക? പ്രസൻറ്റ് സ്റ്റേറ്റിലേക്ക് എഴുതുക. ഇവരൊക്കെ എന്താൾക്കാരാണ്? ഇൻവാലിഡായ ആൾക്കാരാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റിൽ അവരെ എന്തായിട്ട് കാണിക്കുക? ഇൻവാലിഡ് എന്ന് കാണിക്കുക. ഓക്കെ, ഇനി ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിനി എക്സെപ്റ്റേഷൻ ഇൻപുട്ട് എഴുതാൻ മേലെ. T3 T2 T1 കണ്ടുപിടിക്കാൻ മേലെ. T3 കണ്ടുപിടിക്കണേ നിങ്ങൾ ആരെയൊക്കെയാണ് നോക്കാറ്? Q3നെയും Q3 സ്റ്റാറിനെയും. T2 ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ആരെ നോക്കും? Q2നെയും Q2 സ്റ്റാറിനെയും. T1 കണ്ടുപിടിക്കണേ നിങ്ങൾ ആരെയൊക്കെ നോക്കും? Q1ഉം Q1 സ്റ്റാറും. ഇത് നോക്കി നിങ്ങൾക്ക് T1ൻ്റെ ഇവിടെ നോക്കിയാൽ 0 1 അപ്പോൾ T1 എന്നാ വരണം? 1. ഇവിടെ 1 1 അപ്പോൾ T1 എന്താ വരണ്ടേ? 0. നമ്മുടെ എക്സെപ്റ്റേഷൻ ഇൻപുട്ട് നോക്കിയാൽ മതി. 1 1ൻ്റെ T1ൻ്റെ വാല്യൂ എന്താ? Tയുടെ വാല്യൂ എന്താണ്? ഇവിടെ 1 0 വരുന്ന സമയത്ത് 1 വരണം. 0 0 വരുമ്പം 0 വരണം. 1 ഡോൺ ഗിയർ ആണെങ്കിൽ എന്തായാലും ഡോൺ ഗിയർ, 0 ഡോൺ ഗിയർ ആണെങ്കിലും ഡോൺ ഗിയർ, 0 ഡോൺ ഗിയർ ആണെങ്കിലും ഡോൺ ഗിയർ, 1 ഡോൺ ഗിയർ ആണെങ്കിലും ഡോൺ ഗിയർ. ഇപ്പോൾ T3 കിട്ടി, T2 കിട്ടി, T1 കിട്ടി. ഇനി നിങ്ങൾക്ക് ഇത് കെ മാപ്പിലേക്ക് മാപ്പ് ചെയ്യാൻ മേലെ. T3 എന്താണെന്ന് മാപ്പ് ചെയ്യുക. T3 മാപ്പ് ചെയ്യാൻ മേലെ പ്രസൻറ്റ് സ്റ്റേറ്റിലേക്ക് നോക്കിയാൽ മതി. പ്രസൻറ്റ് സ്റ്റേറ്റിൽ ഇപ്പോൾ എന്തൊക്കെയുള്ളത്? 0 ഉണ്ട്, 0 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 1 2 അവിടെയുണ്ട്, 4 അവിടെയുണ്ട്, 7 അവിടെയുണ്ട്. T3യിലേക്ക് നോക്കുക. ഉണ്ടോ? 0യ്ക്ക് ഓരോ സെല്ലുണ്ടല്ലോ. 0യുടെ സെല്ലിൽ T3യുടെ വാല്യൂ 0, 3 വരുമ്പം T3യുടെ വാല്യൂ 1, 5 വരുമ്പം T3യുടെ വാല്യൂ 0, 6 വരുമ്പം T3യുടെ വാല്യൂ 1. 1 വരുമ്പം T3യുടെ വാല്യൂ ഡോൺ ഗിയർ. അപ്പോൾ 1 എന്ന് പറഞ്ഞ സെല്ല് ഇതാണ്ടോ? 1 സെല്ലിൽ ഡോൺ ഗിയർ കൊടുത്തേക്കുന്നുണ്ടോ? 2 വരുമ്പം T3യുടെ വാല്യൂ ഡോൺ ഗിയർ, 4 വരുമ്പം T3യുടെ വാല്യൂ ഡോൺ ഗിയർ. കണ്ടോ? 4ൻ്റെ സെല്ല് ഏതാ ഇതിനകത്ത്? കണ്ടോ? ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതില്ലേ 4ൻ്റെ സെല്ല്? കണ്ടോ? 4ൻ്റെ സെല്ല് ഡോൺ ഗിയർ കൊടുത്തേക്കുന്നുണ്ടോ?
അപ്പോൾ തന്നിരിക്കുന്നത് എന്തോ പ്രീവിയസ് ചെയ്ത രീതി തന്നെ, മെത്തേഡെല്ലാം സെയിം ആണ്. ആകെ വ്യത്യാസം ട്രൂത്ത് ടേബിൾ എഴുതുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. മോഡ് 6 ആണ് മോഡ് 6, 10 ആണ് 10. തന്നിരിക്കുന്ന സീക്വൻസ് ആണെങ്കിൽ സീക്വൻസ് ആക്കി എഴുതുക. അപ്പാണ് അപ്പ്, ഡൗൺ ആണ് ഡൗൺ, അപ്പർ ഡൗൺ ആണ് അപ്പർ ഡൗൺ. അപ്പോൾ തന്നിരിക്കുന്ന സീക്വൻസ് ശ്രദ്ധിക്കുക. അങ്ങനെ T3 T2 T1 നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. T3 Q2 ആണെന്നും T2 1 ആണെന്നും T1 Q2 ബാർ ആണെന്ന് നിങ്ങൾക്ക് കിട്ടും.